ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ റീഡ് ചെയ്യുന്ന ടോപ്പിക്ക് നിങ്ങളുടെ പേഴ്സൻ്റെ കറൻറ്റ് ഫീലിങ്സ് അല്ലെങ്കിൽ അവർ കടന്നു പോകുന്ന കറൻറ്റ് സിറ്റുവേഷൻ എന്താണ് എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് റീഡിങ്ങിലേക്ക് കടക്കാം. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. ഇതിലെല്ലാ കാര്യങ്ങളും നിങ്ങളുമായി റെസനേറ്റ് ചെയ്യണമെന്നില്ല. നിങ്ങളുമായി റെസനേറ്റ് ചെയ്യുന്ന പോസിറ്റീവ് കാര്യങ്ങളെ മാത്രം സ്വീകരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്ക് റീഡിങ്ങിലേക്ക് കടക്കാം. ഇവിടെ ലഭിച്ചിരിക്കുന്ന കാർഡ് 7 ഓഫ് വാൻഡ്സ്, 5 ഓഫ് പെൻറ്റക്കിൾസ്, പേജ് ഓഫ് പെൻറ്റക്കിൾസ്, പേജ് ഓഫ് കപ്സ്, 6 ഓഫ് വാൻഡ്സ്, 9 ഓഫ് വാൻഡ്സ്, 6 ഓഫ് കപ്സ്, ദ എംപറർ. നിങ്ങളുടെ ആ ഒരു വ്യക്തി ഇപ്പോൾ എന്തൊക്കെയോ കാര്യങ്ങളിൽ ഒരുപാട് സ്ട്രഗിൾ ചെയ്യുന്നതായിട്ടാണ് ഇവിടെ വ്യക്തമാക്കുന്നത്. അവർക്ക് ഒരു പക്ഷേ ഒരു തരം ഇൻസെക്യൂരിറ്റി ഒക്കെ ഒരു ബന്ധത്തിൽ ഫീൽ ചെയ്യുന്നുണ്ട്. പക്ഷേ ഈ കാര്യങ്ങളെല്ലാം മറികടന്നാൽ അല്ലെങ്കിൽ ഇതെല്ലാം ഫൈറ്റ് ചെയ്തതിൽ വന്ന മിസ്അണ്ടർസ്റ്റാൻഡിങ്സ് ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു ഇമോഷണൽ ഡിസ്റ്റൻസ് ആയിരിക്കാം. ഈ ഒരു കാര്യത്തിലെല്ലാം എന്ത് വില കൊടുത്തും അവർ ഫൈറ്റ് ചെയ്യാനായിട്ട് തയ്യാറാണ്. വീണ്ടും അവർക്കൊരു ശുഭാപ്തി വിശ്വാസവുമുണ്ട്. പണ്ടത്തെ പോലെ ആ ഒരു ബന്ധമായി തീരാൻ സാധിക്കുമെന്നൊരു വിശ്വാസം അവരുടെ മനസ്സിലിപ്പോൾ ഉണ്ട്. അപ്പോൾ അതിനു വേണ്ടി തന്നെ അവരൊരു പൊരുതിക്കൊണ്ട് നിൽക്കുന്നതായിട്ടാണ് ഇവിടെ വ്യക്തമാക്കുന്നത്. ഒരു പക്ഷേ അവരുടെ ഭാഗത്ത് വന്ന മിസ്റ്റേക്ക് ആക്സെപ്റ്റ് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ ആ മിസ്റ്റേക്സ് അവർ എങ്ങനെ മാറ്റിയെടുക്കാം എന്നുള്ളൊരു പ്രയത്നത്തിലായിരിക്കാം. എന്തായാലും ആ വ്യക്തിക്ക് ഇപ്പോൾ ഒരു മാറ്റി നിർത്തപ്പെട്ട ഒരു ഫീലിംഗ് ആണ്. ഒരു പക്ഷേ നിങ്ങളും ഒരു കോണ്ടാക്റ്റ് വെക്കാത്തതുകൊണ്ടോ അല്ലെങ്കിൽ പണ്ടുണ്ടായിരുന്ന ഒരു ഇമോഷണൽ അപ്രോച്ച് നിങ്ങളുടെ ഇപ്പോൾ മാറിയത് കൊണ്ടായിരിക്കാം ആ വ്യക്തി ഒരു പിന്തള്ളപ്പെട്ട പോലെ അല്ലെങ്കിൽ അവരൊരു ദൂരത്തേക്ക് അവർ മാറ്റി നിർത്തിയ ഒരു ഫീലിംഗ് എന്തായാലും അവർക്ക് മനസ്സിൽ ഇപ്പോൾ കാണാൻ സാധിക്കുന്നുണ്ട്. ഇപ്പോൾ ആ വ്യക്തി കൂടുതലായിട്ട് ശ്രദ്ധിക്കുന്നത് എന്തെന്ന് വെച്ചാൽ അവരുടെ ഒരു പേഴ്സണൽ ഗ്രോത്തിന് കൂടുതൽ അവർ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നു എന്നാണ് ഇവിടെ കാണുന്നത്. ഒരു പക്ഷേ ഒരു ഫിനാൻഷ്യൽ ആയിരിക്കാം. അവർക്ക് അവരുടേതായ ഒരു നിലപാട് വന്നാൽ മാത്രമേ ഈ ബന്ധത്തിലൊരു ഉന്നതിയിലേക്ക് പോകാൻ സാധിക്കൂ എന്നുള്ളൊരു ചിന്താഗതിയായിരിക്കാം. അവരെന്തായാലും അവരുടെ ഒരു പേഴ്സണൽ ഗ്രോത്തിന് ഒരു പടി ഇമ്പോർട്ടൻസ് കൂടുതൽ കൊടുക്കുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത്. പക്ഷേ അതുപോലെ തന്നെ അവർക്ക് നിങ്ങളോട് ഒരു ഇമോഷൻസ് ഉണ്ട് താനും. അതൊരു ടെൻഡർ ആയിട്ടുള്ളതാണ്. കൂടുതൽ അങ്ങോട്ട് ഡെപ്തിലേക്ക് പോകാൻ അവർക്ക് എന്തോ ഒരു ഭയമോ എന്തോ അവർക്ക് ട്രസ്റ്റ് ചെയ്യാനായിട്ട് കുറച്ചുകൂടി ജാഗ്രതയോട് കൂടിയാണ് അവരിപ്പോൾ ഓരോ പടിയും മുന്നോട്ട് വെക്കുന്നത്. അത് കഴിഞ്ഞു പോയാൽ അവർക്ക് എന്തെങ്കിലും പറ്റിയ അബദ്ധമായിരിക്കാം, അല്ലെങ്കിൽ അറിയാതെ പറഞ്ഞു പോയ പല വാക്കുകളായിരിക്കാം. അതുകൊണ്ട് തന്നെ ഇപ്പോൾ അവർ കുറച്ചും കൂടി കോഷ്യസ് ആയിട്ട് ജാഗ്രതയോട് കൂടിയാണ് ഓരോ മൂമെൻറ്റും ഈ ഒരു ബന്ധത്തിൽ എടുക്കുന്നത്. അവർക്ക് ഇപ്പോൾ അടുത്ത കാലമായിട്ട് ഒരു ചെറിയ എന്തൊക്കെയോ സക്സസ്, ഒരു ഫിനാൻഷ്യലായിട്ട് സക്സസ് ആയിരിക്കാം. ഇനി അതല്ലെങ്കിൽ നിങ്ങൾക്ക് കിട്ടിയ എന്തെങ്കിലും ഒരു സക്സസ്സോ അല്ലെങ്കിൽ നിങ്ങൾ നേടിയെടുത്ത എന്തെങ്കിലും കാര്യത്തിൽ അവർ ഹൈലി ഹാപ്പിയാണ്. അതുപോലെ തന്നെ നിങ്ങൾക്കൊരു റെസ്പെക്റ്റ് തരേണ്ട ഒരു പേഴ്സൺ ആണ് എന്നൊരു തോട്ട് അവരുടെ മനസ്സിലുണ്ട് ഇപ്പോൾ. പക്ഷേ അവരിപ്പോഴും ഒരു സ്ട്രഗിളിന് തയ്യാറായി നിൽക്കുന്നു ഈ ബന്ധത്തിൽ. അല്ലെങ്കിൽ അവർക്ക് മുഴുവനായിട്ടും ഒരു ഇമോഷണൽ ആയിട്ട് വീണ്ടെടുക്കാൻ സാധിക്കുന്നില്ല, അല്ലെങ്കിൽ ആ ഒരു വിശ്വാസം അവർക്ക് നേടിയെടുക്കാൻ ഇപ്പോഴും സാധിച്ചിട്ടില്ല എന്നാണ് ഇവിടെ വ്യക്തമാക്കുന്നത്. അത് ചിലപ്പോൾ മുൻപ് സംഭവിച്ച പോലെ നിങ്ങൾ തമ്മിലുള്ള എന്തെങ്കിലും വാക്തർക്കത്തിലോ അല്ലെങ്കിൽ എന്തെങ്കിലും മിസ്അണ്ടർസ്റ്റാൻഡിങ് ആയിരിക്കാം. അവർക്ക് വീണ്ടും ആ ഒരു വിശ്വാസം ഈ ബന്ധത്തിൽ വീണ്ടെടുക്കാനായിട്ടാണ് അവരിപ്പോൾ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവരുടെ മനസ്സിൽ ഇപ്പോഴെല്ലാം നിങ്ങളുമായിട്ട് പങ്കുവെച്ച പഴയകാല ഓർമ്മകളൊക്കെയാണ് അവരിപ്പോഴും മനസ്സിൽ സൂക്ഷിക്കുന്നത്. ആ ഒരു രീതിയിലേക്കൊക്കെ അവർ ചിന്തിച്ചുകൊണ്ട് വീണ്ടും ആ ബന്ധത്തിലേക്ക് തിരിച്ചു വരാൻ, അല്ലെങ്കിൽ കഴിഞ്ഞ കാര്യങ്ങളെല്ലാം മറന്നുകൊണ്ട് അവർക്ക് ഈ ബന്ധം വീണ്ടും ഒരു നല്ല രീതിയിൽ കൊണ്ടുപോകാൻ ആഗ്രഹമുള്ളത് കൊണ്ട് തന്നെ അവർ ഈ ഇടയ്ക്ക് നടന്ന പ്രശ്നങ്ങളെല്ലാം മറന്നുകൊണ്ട് കഴിഞ്ഞ കാലത്ത് നിങ്ങൾ സ്പെൻഡ് ചെയ്ത നല്ല മൊമെൻറ്റ്സിനെ കുറിച്ചും നിങ്ങളുടെ ആ ഒരു പൂർണ്ണമായ പോസിറ്റീവ് ആസ്പെക്റ്റിനെ മാത്രം കൺസിഡർ ചെയ്തുകൊണ്ട് അവർ കാര്യങ്ങൾ ചിന്തിക്കുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ അവർ ഭാവിയിൽ എടുക്കാൻ പോകുന്ന തീരുമാനം എന്ന് വെച്ചാൽ അവർ ഇമോഷണലി ഒരുപാട് ഇമോഷണലായിട്ട് കാണിച്ചിരുന്ന ഒരു വ്യക്തിയായിരിക്കാം, അല്ലെങ്കിൽ അവരുടെ മനസ്സിലെ ഫീലിങ്സ് അതുപോലെ തുറന്ന് കാണിച്ചിരുന്ന ഒരു വ്യക്തിയായിരിക്കാം. പക്ഷേ ഇപ്പോൾ അവർ കുറച്ചും കൂടി സ്ട്രക്ചറോട് കൂടി, അല്ലെങ്കിൽ പറയേണ്ട കാര്യങ്ങളെ മാത്രം എക്സ്പ്രസ് ചെയ്താൽ മതി, അല്ലെങ്കിൽ ഒരുപാട് അങ്ങനെ എക്സ്പ്രസീവ് ആകണ്ട എന്നൊരു ചിന്താഗതിയിലുള്ള തീരുമാനമാണ് ഇപ്പോൾ അവരുടെ മനസ്സിൽ ഇപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ഒരു ഘടനയോട് കൂടി, ഒരു സ്ട്രക്ചറോട് കൂടിയുള്ള ബന്ധമായിരിക്കണം. അതൊരു സ്റ്റെബിലിറ്റിയോട് കൂടി കൊണ്ടുപോകണമെന്നും അവർക്ക് ആഗ്രഹമുണ്ട്. അതിനു വേണ്ടിയാണ് അവരിപ്പോൾ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതോടൊപ്പം തന്നെ അവർക്ക് നിങ്ങളോടുള്ള ഫീലിങ്സും ഇമോഷൻസും എല്ലാം ഉണ്ട് അവരുടെ മനസ്സിൽ. പക്ഷേ അത് എക്സ്പ്രസീവ് ആയി കഴിഞ്ഞാൽ ഇപ്പോൾ എന്തെങ്കിലും ഒരു അബദ്ധം ഈ ഒരു ബന്ധത്തിൽ സംഭവിച്ചിരിക്കാം നിങ്ങളുടെ. അപ്പോൾ അത് വീണ്ടും വരാതിരിക്കാനായിട്ട് അതിനു വേണ്ടി ഒരു കോഷ്യസ് ആയിട്ട് ജാഗ്രതയോട് കൂടിയാണ് അവർ ഈ ബന്ധത്തെ ഇപ്പോൾ നോക്കിക്കാണുന്നത്. എന്നിരുന്നാലും ആ ഒരു വ്യക്തി നിങ്ങളെ ഇപ്പോൾ കോൺടാക്റ്റ് ഇല്ലാത്തവരാണെങ്കിൽ അടുത്ത് തന്നെ കോൺടാക്റ്റ് ചെയ്യാൻ, അല്ലെങ്കിൽ അതിനൊരു സൊല്യൂഷനായിട്ട് കംബാക്ക് ആവുന്നതാണ് ഇവിടെ കാണുന്നത്. അപ്പോൾ എൻ്റെ റീഡിംഗ് നിങ്ങളുമായിട്ട് റെസനേറ്റ് ചെയ്തുവെങ്കിൽ തീർച്ചയായിട്ടും ഈ ചാനൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും
നിങ്ങളുടെ ലൈഫ് സിറ്റുവേഷനായിട്ട് റീഡിംഗ് റെസൊനേറ്റ് ചെയ്തുവെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. എല്ലാവർക്കും ഒരു ശുഭദിനം നേരുന്നു.